ഇല്ലാത്ത ലിഫ്റ്റിന് പണം നൽകി കൊല്ലം പുനലൂർ നഗരസഭ വീണ്ടും വിവാദത്തിൽ. നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള 7 നില വ്യാപാര സമുച്ചയത്തിലാണ് ഇതുവരെ സ്ഥാപിക്കാത്ത ലിഫ്റ്റിന് മാനദണ്ഡങ്ങൾ പാലിക്കാതെ 1/4 ഭാഗം ഫണ്ടും കൈമാറിയത്. വാങ്ങിയിട്ട കസേരകൾക്ക് പണം നൽകാത്തതിന്റെ പേരിൽ കമ്പനി അധികൃതരെത്തി മുഴുവൻ കസേരകളും എടുത്തുകൊണ്ടുപോയപ്പോൾ നാണം കെട്ട പുനലൂർ നഗരസഭ. അവിടെയാണ് സ്ഥാപിക്കാത്ത ലിഫ്റ്റിന് 75% തുകയും പുനലൂർ നഗരസഭ മുൻകൂറായി നൽകിയിരിക്കുന്നത്. നിർമ്മാണം ആരംഭിച്ച് 7 വർഷം പിന്നിട്ടിട്ടും പൂർത്തിയാകാത്ത കെട്ടിടത്തിൽ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നഗരസഭ ലിഫ്റ്റ് സ്ഥാപിക്കാൻ തീരുമാനിച്ചത്. എന്നാൽ ലിഫ്റ്റ് സ്ഥാപിക്കാതെ തന്നെ കരാറുകാർക്ക് 1/4 ഭാഗം തുകയും ലഭിച്ചു കഴിഞ്ഞു. 13 ലക്ഷം രൂപ ഇത്തരത്തിൽ നൽകിയെന്നാണ് വിവരം. ഉദ്യോഗസ്ഥരാണ് ഇക്കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നതെന്ന് പറഞ്ഞ് തടിയൂരുകയാണ് നഗരസഭാ നേതൃത്വം. നമ്മൾ അഡ്വാൻസ് പേയ്മെന്റ് അവർക്ക് കൊടുത്തിട്ടുണ്ട്. എമൗണ്ട് എനിക്ക് കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല. ഇപ്പോൾ ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശം അനുസരിച്ചാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അതിനകത്ത് നമുക്ക് ഇതിന് ചുമതലയുള്ള ഉദ്യോഗസ്ഥരുണ്ട്. ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരമാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അതെല്ലാം ടെക്നിക്കലി പരിശോധിക്കേണ്ട കാര്യമാണ്. മുനിസിപ്പൽ എഞ്ചിനീയറുടെ ഇടപെടലാണ് പിന്നിലെന്ന് നഗരസഭാ സെക്രട്ടറി. പിന്നിൽ അഴിമതിയാണ് ലക്ഷ്യമെന്നും സംഭവത്തിൽ UDF പ്രതിഷേധം ശക്തമാക്കുമെന്നും പ്രതിപക്ഷം പറയുന്നു. പണിഞ്ഞിട്ടും പണിതീരാത്ത പുനലൂർ നഗരസഭയുടെ 7 നില കെട്ടിടത്തിലെ സ്ഥാപിക്കാത്ത ലിഫ്റ്റിന് നഗരസഭ നൽകിയിരിക്കുന്നത് 13 ലക്ഷം രൂപ. ഇവിടെ ഇങ്ങനെ സ്ഥാപിക്കാത്ത ലിഫ്റ്റിന് അഡ്വാൻസ് തുകയായി 75% നൽകിയത് ആർക്കു വേണ്ടി, എന്തിനു വേണ്ടി എന്ന ചോദ്യമാണ് ഉയരുന്നത്. ഇതിന് നഗരസഭാ അധികൃതർ മറുപടി പറയണം. ക്യാമറമാൻ രാജ്കിരണിനൊപ്പം സുജിത് സുരേന്ദ്രൻ, 24 കൊട്ടാരക്കര. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.